ഫുഡ് കഴിക്കും, ഗെയിം കളിക്കും, ഉറങ്ങും. ഫുഡ് കഴിക്കും, ഗെയിം കളിക്കും, ഉറങ്ങും. ഇത് മാത്രം എൻ്റെ റുട്ടീന്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് സൂയിസൈഡ് ചെയ്ത്. ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് എൻ്റെ ഉപ്പാനോട് സംസാരിക്കില്ല, ഉപ്പാനോട് മിണ്ടില്ല. ഞാൻ പണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് ഒരു കടയിൽ കയറിയിട്ട് മൊത്തം പൈസ എടുത്ത് ഒറ്റ ഓട്ടോ ഓടിക്കും. ഓടിച്ച് കെട്ടിയിട്ട് എൻ്റെ ഉമ്മ വന്നിട്ട് ഉമ്മ റോട്ട് ബോധം കെട്ട് വീണ്. സെലിബ്രിറ്റി ക്രഷ് ഉണ്ടോ? ഉണ്ടായിനി, ഇപ്പൊ പോയി. അതാരാ? നീ മെസ്സേജ് അയച്ചേനെ. എന്ത് പറഞ്ഞ മുത്തേ നൈസ് തന്നെയാന്ന് അങ്ങനെ പറഞ്ഞ. പിന്നെ കാര്യം മെസ്സിക്ക് വേൾഡ് കപ്പ് വരെ ഉണ്ട്, റൊണാൾഡോക്ക് ഒന്നുമില്ല, മനസ്സിലായോ? ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിനെ കാണാൻ ആഗ്രഹമുണ്ടോ? മമത മോഹൻദാസ്. അവള് കുറെ ഫൈറ്റ് എല്ലാം ചെയ്തിട്ടല്ലോ വന്നേ. ചെലപ്പോ എനക്ക് ഇങ്ങനെ പണി കിട്ടുന്ന കാണാനായിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്, മനസ്സിലായോ? എന്തായിരുന്നു ഒരു കിട്ടിയ ഒരു പണി ഒന്ന് ഷെയർ ചെയ്തേ? എല്ലാം പണി തന്നെയല്ലേ. വീട്ടിൽ തന്നെയാണ് അല്ലെങ്കിൽ ആ റൂമിൽ തന്നെയാണെന്ന് ഇങ്ങനെ പൊതുവെ പറഞ്ഞു കേട്ടായിരുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാ ഈ മുറിക്കകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കണേ, പുറത്തൊന്നും ഇറങ്ങാതെ? ഞാൻ നല്ല രീതിയിൽ ഗെയിമിന് അഡിക്റ്റ് ആയിന്. ഈ കുറെ കൊല്ലായിട്ട് ഗെയിം അല്ലാണ്ട് ഫുഡ് കഴിക്കും, ഗെയിം കളിക്കും, ഉറങ്ങും. ഫുഡ് കഴിക്കും, ഗെയിം കളിക്കും, ഉറങ്ങും. ഇത് മാത്രം എൻ്റെ റുട്ടീന്. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ പുറത്തിറങ്ങാണ്ട് കുറെ കാലം ഉള്ളിൽ തന്നെ ഇരുന്ന് അങ്ങനത്തെ ആ ഒരു കംഫർട്ട് സോണിലും വീണു പോയതാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് സൂയിസൈഡ് ചെയ്ത്. അതിന് ശേഷം പിന്നെ ഞാൻ തീരെ അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് എപ്പെങ്കിലും എല്ലാം പുറത്തിറങ്ങും, സിനിമക്കാ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പുറത്തിറങ്ങും. ഇടയ്ക്ക് ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തതിന് ശേഷം പിന്നെ തീരെ ഇറങ്ങില്ല, ഉള്ളിൽ തന്നെ ആയി, ഇറങ്ങാൻ തോന്നുന്നില്ല. ഗെയിമിന് അഡിക്റ്റ് ആയി അങ്ങനെ ഇരുന്ന് പോയതായിരുന്നല്ലേ? ഓക്കെ. അപ്പൊ വീട്ടുകാരൊക്കെ ചോദിക്കുമ്പോ അവര് ചോദിക്കില്ല എന്താ പുറത്തേക്ക് ഇറങ്ങാത്ത, ഇങ്ങനെ ഇരിക്കണം എന്തിനാന്നൊക്കെ ചോദിക്കാറില്ല അവര്? ചോദിക്കുമ്പോ എനിക്ക് കയ്യിലാന്ന് പറയും. പിന്നെ ഞാൻ ഇറങ്ങിയ എന്തെങ്കിലും ആയിട്ട് പ്രശ്നമാവും, എന്തെങ്കിലും ആയിട്ട് എന്താ അവരെ പറയിപ്പിക്കുമെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് പിന്നെ അധികം സംസാരിക്കലില്ല, അധികം ചോദിക്കലില്ല എന്നോട്. എന്ത് പറയിപ്പിക്കുന്നു? നല്ല കുട്ടിയായിട്ടിരിക്കില്ലേ തൊപ്പി? അപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ? ഞാൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് എൻ്റെ ഉപ്പാനോട് സംസാരിക്കില്ല, ഉപ്പാനോട് മിണ്ടില്ല. ഞാൻ പണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് ഒരു കടയിൽ കയറിയിട്ട് മൊത്തം പൈസ എടുത്ത് ഒറ്റ ഓട്ടോ ഓടിക്കും. മൊത്തം അടിയിലാക്കിയിട്ട് ഒറ്റ ഓട്ടോ ഓടി. പൈസ ഇങ്ങനെ വേറിക്കൊണ്ട് ഓടിയ റോട്ടിൽ കൂടെ. അതിന്റെ ട്രെയിൽസ് വെച്ച് നാട്ടുകാർ വന്ന് പിടിച്ച്, ബാക്കിൽ നിന്ന് വന്ന് പിടിച്ച് നാട്ടുകാർ പിടിച്ച് കെട്ടിയിട്ട് മൊത്തം ഇങ്ങനെ റോട്ട് മൊത്തം നടത്തിച്ച്. എന്നിട്ട് എൻ്റെ ഉമ്മാനെ വിളിപ്പിച്ച്. എന്നിട്ട് എൻ്റെ ഉമ്മ വന്നിട്ട് ഉമ്മ റോട്ട് വന്ന് ബോധം കെട്ട് വീണ്. അതിന് ശേഷം ഉപ്പാനോട് മിണ്ടില്ല. അതിന് ശേഷം വീട്ടിലും ഒക്കെ നാട്ടിലും എല്ലാം അങ്ങനത്തെ ഒരു ഇതായി, മനസ്സിലായോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഞാൻ എന്തിനാ ചെയ്ത്? പണ്ടൊരു ഗെയിം ബോയ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇങ്ങനെ ഗെയിം കളിക്കുന്ന ഒരു സാധനമുണ്ട്. വീട്ടില് അതിന് പൈസ ചോദിച്ചാൽ തരൂല, ഹറാമാണ്. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ഇസ്ലാം ബാക്ക്ഗ്രൗണ്ടാണ്. മ്യൂസിക് കേൾക്കാൻ പറ്റില്ല, സിനിമ കാണാൻ പറ്റൂല, പിന്നെ എല്ലാം ഹറാമാണ്, ലോകത്തെല്ലാം ഹറാമാണ്. അപ്പം ഗെയിം ബോയ്ക്കൊന്നും പൈസ ചോദിച്ചാൽ ജന്മത്തിൽ തരൂല. അപ്പം എനക്ക് വേറെ വഴിയില്ല. ഞാൻ സ്കൂള് വിട്ട് ബാഗും വീട്ടിൽ റൂമിൽ വെച്ചിട്ട് പോയി ആദ്യം കണ്ട കടയിൽ കയറി ഉള്ള പൈസ അങ്ങനെ എടുത്ത് കയ്യിൽ അങ്ങനെ തന്നെ മടിയിൽ അങ്ങനെ വാരി എടുത്തിട്ട് ഓടി. അങ്ങനെ അതിന് ശേഷം അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ വീട്ടിൽ നിന്ന് പൈസ തരാത്തോണ്ടാണ് തൊപ്പി അത് അങ്ങനെ എടുക്കാൻ നോക്കിയതല്ലേ? വീട്ടിൽ നിന്ന് പൈസ തരാത്തോണ്ടല്ല, വീട്ടിലെ ഇതങ്ങനെയാണ്. അങ്ങനെ ചോദിക്കുന്നത് പോലും ഇതാണ്, മനസ്സിലായോ? ഭയങ്കര സ്ട്രോങ് ഇസ്ലാം ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനത്തെ അത്രയും സ്ട്രിക്റ്റ് ഇതിൽ ഞാൻ വളർന്നു, മനസ്സിലായോ? അപ്പോ അങ്ങനെ പറ്റിയതാണ്. പിന്നെ അതിന് ശേഷം ഇപ്പൊ എന്നോട് മിണ്ടിയിട്ടില്ല, ഇതുവരെ മിണ്ടിയിട്ടില്ല. ഇപ്പൊ എത്ര 15ാമത്തെ വയസ്സിലാന്ന് തോന്നുന്നു. 10 കൊല്ലായി, 10 കൊല്ലാനായി. ഇല്ല, 10 കൊല്ലായിട്ടില്ല. അതിന് ശേഷം ഇതുവരെ മിണ്ടിയിട്ടില്ല. ഉപ്പ സെയിം വീട്ടിൽ തന്നെ, എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഒന്ന് ചിരിക്കും,
അല്ല സോറി, എന്റെ സെയിം, ഞാൻ താമസിക്കുന്ന സെയിം വീട്ടിൽ തന്നെയാണ്. എല്ലാ ദിവസവും വരികയും ചെയ്യും, ഫുഡ് കഴിക്കും, അവിടെ തന്നെ ഉറങ്ങുന്ന എല്ലാം. നമ്മ രണ്ടാളും ഒരു വീട്ടിൽ തന്നെ, പക്ഷെ സംസാരിക്കില്ല. വീട്ടിലൊക്കെ ജോലിയൊക്കെ എടുത്തു കൊടുക്കോ? ഉമ്മാനെയൊക്കെ സഹായിക്കോ? ഇല്ലേ? പക്ഷെ തൊപ്പിയുടെ ഒരു ഫോട്ടോ ഞാൻ കണ്ടല്ലോ, നല്ല ആത്മാർത്ഥമായി പണിയെടുക്കുന്ന തൊപ്പീനെ. കൊലയും പിടിച്ചിട്ട് പോന്നെയാ. ഇതെന്തായിരുന്നു? ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം ഗെയിം. ഞാൻ ഫുൾ ഗെയിം കളി മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് അപ്പോ ഒരു 6 മാസം കൂടിയിട്ട് ഒരു ദിവസം ബ്രേക്ക് എടുത്താണ്. അപ്പൊ എന്ത് പണി ചെയ്തവിടെ? കൊലയാറ്റം വെട്ടിക്കൊടുത്ത്. നിങ്ങളുടെ വീട്ടില് കൊറേ ഇങ്ങനെ വാഴയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടാ? കൊറേ ഉണ്ട കൃഷി? ഞാൻ കൃഷി ഉണ്ടാ? കൃഷിയൊന്നുമില്ല, കൊറേ മരങ്ങൾ ഇതെല്ലാം ഉണ്ട്. എന്നാ ഞാൻ ഒരു വീഡിയോ കാണിക്കട്ടെ. തൊപ്പി എടുത്ത ഒരാൾക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളതാണേ. മെസ്സി റൊണാൾഡോ, തൊപ്പിയോട് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. മെസ്സി റൊണാൾഡോ, മെസ്സിയുടെ ലാസ്റ്റ് ഇൻസ്റ്റാ പോസ്റ്റിനടിയിലൊക്കെ തൊപ്പി 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 തരംഗമായിരുന്നോടെ. മെസ്സി റൊണാൾഡോ, അതാണ് വിഷയം ഇവിടുത്തെ. തൊപ്പിനോട് ചോദിക്കാൻ ഏറ്റവും വിഷയം പിടിച്ച ചോദ്യം മെസ്സി റൊണാൾഡോ ആണ്. ഈ ചങ്ങായി റൊണാൾഡോ ഫാനാണ്, ഈനെ ഒഴിവാക്കിയതാണ്. ഇത് ആദ്യം ഞാൻ നല്ല കമ്പനി ആയി ചങ്ങായിനോട്, പിന്നെ നോക്കുമ്പോഴേക്ക് ആള് റൊണാൾഡോ ഫാന്. റൊണാൾഡോ ഫാനാന്ന് പറഞ്ഞ എന്തിനാ അങ്ങനെ കമ്പനി ഒഴിവാക്കുന്നേ? നല്ലൊരു ഫ്രണ്ട് അല്ലേ? ഒഴിവാക്കിയിട്ടൊന്നുമില്ല. റൊണാൾഡോ ഫാൻ എന്ന് പറഞ്ഞ ബുദ്ധി മരവിച്ച ടീമാണ്. അവർക്ക് കറക്റ്റ് അറിയില്ല, മനസ്സിലായോ? അപ്പൊ മെസ്സി ഫാൻസോ? മെസ്സിക്ക് വേൾഡ് കപ്പ് വരെ ഉണ്ട്, റൊണാൾഡോക്ക് ഒന്നുമില്ല, മനസ്സിലായോ? റൊണാൾഡോ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഷോ അല്ലേ, ഫുള്ള് ഇങ്ങനത്തെ ഇത് മാത്രമേ. റൊണാൾഡോ ഫാൻസ് ഇളകും കേട്ടാ. റൊണാൾഡോ ഫാൻ ഇറങ്ങിക്കോട്ട്, അതിനെന്താ? അവിടെ കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഗുഡ് പ്ലെയർ ആയിരിക്കും, പക്ഷെ മെസ്സിയാണ് ബെറ്റർ, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ മെസ്സിയുടെ ഒരു പോസ്റ്റിന്റെ താഴെ വരുന്ന കമന്റ്സിലാണ് തൊപ്പിനെ വീണ്ടും കുറെ ആൾക്ക് ഇത് ആരാണ് ഈ തൊപ്പി എന്ന് പറഞ്ഞിട്ട് മെസ്സി ഫാൻസ് കുറെ പേരും മെസ്സിയുടെ എന്ത് പറഞ്ഞു മുത്തേ നൈസ് തന്നെയാണ് അങ്ങനെ പറഞ്ഞ. പിന്നെ കാര്യം മെസ്സിയോ കാണിച്ചറിഞ്ഞ എന്ത് പറഞ്ഞത്? മുത്ത നൈസ് തന്നെയാണ്, നീ ചെയ്യുന്നല്ലേ നൈസ് തന്നെയാന്ന് പറഞ്ഞു. അത് മെസ്സി ഫോൺ ഓഫ് ആയി. പിന്നെ ഇത്ര നേരം പാട്ട് പാടിക്കൊണ്ടിരുന്നില്ല, ഞാൻ കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ മെസ്സിന്റെ കമന്റ് സെക്ഷനിൽ അത്രയും അതെന്തുകൊണ്ടാ? തൊപ്പിയുടെ ഒരു ഫാൻസ് പേജിൽ ഒരു കമന്റ് അതിനകത്ത് പോയപ്പോഴേക്കും മെസ്സി അതിനകത്ത് റിപ്ലൈ ഇട്ടു. അങ്ങനെയാണ് ഇട്ടില്ലേ? തൊപ്പി അല്ലല്ലോ ശരിക്കും ഇട്ടത്, ഞാൻ തന്നെയാണ്. പിന്നെ അതിനാനാണ് മെസ്സിക്ക് മെസ്സേജ് തന്നിട്ടേ, പേഴ്സണൽ മെസ്സേജോ? ഇങ്ങനെയാണോ മെസ്സി സംസാരിക്കുന്നത്? ശരിക്കും പറ, മെസ്സി എന്താ പറഞ്ഞേന്ന്? മെസ്സി എന്താ പറഞ്ഞെന്നുള്ള അതെന്റെ പേഴ്സണൽ കാര്യം. പക്ഷെ എന്നെ മെസ്സി അറിഞ്ഞില്ല, എന്നെ മെസ്സി നോക്കിയില്ലേ. എന്റെ വായിന്ന് ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ആയ സീനാണ്. ഞാൻ എന്റെ വായിന്ന് എന്തെല്ലോ വരും, മനസ്സിലായ? ഞാൻ ഇത്ര സമയം ഇവിടെ പിടിച്ച് ഡീസന്റ് ആകാൻ വേണ്ടി നിന്റെ മുന്നിൽ സമാധാനത്തിൽ ഇരിക്കാൻ ഡീസന്റ് ആവാൻ വേണ്ടി കഷ്ടപ്പെടുക. നിങ്ങളെ മുന്നിൽ വെച്ച് ഞാൻ ലൈവ് കാണിക്കുന്ന പോലെയുള്ള എന്റെ ശരിക്കുള്ള ഇത് കാണിച്ചാ പിന്നെ നിങ്ങളെ ഇറങ്ങിപ്പോവാൻ പറയും. അപ്പൊ തൊപ്പി അഭിനയിക്കാണോ ലൈവില്? അഭിനയിക്കാണോ? കുറച്ചെല്ലാം അഭിനയിക്കാം. ആണല്ലേ? വീഡിയോയും കുറച്ചെല്ലാം അഭിനയിക്കാനല്ലേ. എന്തിനാ അഭിനയിക്കുന്നത്? ഞാൻ അഭിനയിക്കാറില്ല, ഞാൻ ഇങ്ങനെ തന്നെയാ. നമ്മൾ എന്തിനാ അഭിനയിക്കുന്നത്? നമ്മുടെ ക്യാരക്ടർ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് വന്നു പറഞ്ഞ എന്തിനാ നമ്മൾ ആ ക്യാരക്ടർ മാറ്റുന്നത്? ഇപ്പൊ ഗെയിം ചെയ്യാനായിട്ട് ഇഷ്ടമാണ്, വീട്ടില് സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എന്തിനാ സ്വഭാവം മാറ്റി കാണിക്കുന്നത്? ഞാൻ സ്ട്രീമിൽ കാണിക്കുന്ന പോലെ ഇവിടെ വന്നിട്ട് കാണിച്ചാ നിങ്ങൾക്ക് ശരിയാവൂല. ഞാൻ ഫാമിലി ഫ്രണ്ട്ലി സ്ട്രീം അല്ല, മനസ്സിലായോ? ഞാനക്ക് തോന്നുന്നത്, ഞാൻ സ്ട്രീം തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തലയിൽ ഫസ്റ്റ് എന്താ വരുന്നത് അങ്ങ് ചെയ്യും. ഫസ്റ്റ് വരുന്ന വേർഡ് പുറത്തേക്ക് വരുത്തിക്കോ. ഞാൻ സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടൺ അടിക്കുന്നതോടുകൂടി എല്ലാം മറക്കും, മനസ്സിലായോ? പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ബോസ് ഇതാ ഇടാ, ഇതേവരെ ഇതാ ഇടാ, നിന്റെ എടാ അങ്ങനെ ചെയ്യാൻ പറ്റൂല, അത് സീനാവും, മനസ്സിലായോ? അതിനുള്ള പെർമിഷൻ തന്നാ ഞാൻ വേണമെങ്കിൽ പിന്നെ ആദ്യം മുതൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോ അപ്പൊ ഇതാണ് ശരിക്കും യഥാർത്ഥ തൊപ്പി, ഇങ്ങനെയാണല്ലേ? ആണ്. അപ്പൊ ആ ഒരു സ്ട്രീമിംഗിന്റെ സമയത്ത് ആ ഒരു എന്റർടൈൻമെന്റ് വൈബ് ഇങ്ങനെ കേറി എല്ലാരും പറയുന്ന ഇഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. റാപ്പിഡ് ഫയർ ആണേ, ചോദിക്കട്ടെ? ഓക്കെ. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിനെ കാണാൻ ആഗ്രഹമുണ്ടോ? മമത മോഹൻദാസ്. എന്താ? അമ്മോ, ഓള് നൈസാണ്. എന്താ കാണാൻ ആഗ്രഹം? എന്താ ഒരു സെലിബ്രിറ്റിനെ? ഓള് ഒരു ഫൈറ്റ് എല്ലാം ചെയ്തിട്ടല്ലോ വന്നേ,
അല്ലേ? ലൈഫിൽ. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാന്ന് തോന്നുന്നു. അമ്മ എനിക്കറിയില്ല, അതുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്കെന്തോ വളക്കാണാൻ നല്ല ആഗ്രഹമുണ്ട്, പിന്നെ അറിയില്ല. വേറെ ആരും ഇല്ല? ഓക്കെ. സെലിബ്രിറ്റി ക്രഷ് ഉണ്ടോ? ഉണ്ടായിനി, ഇപ്പൊ പോയി. അതാരാ? നീ. താങ്ക് യു സോ മച്ച്. ഇപ്പൊ പോയില്ലേ? പോയി. അത് മതി. ഓക്കെ. ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റണമെന്ന് തോന്നിയിട്ടുണ്ടോ? എന്തോ മാറ്റാൻ, ഇങ്ങനെ മാറിക്കോളൂ, ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ആയിക്കോളാമല്ലോ. പ്രത്യേകിച്ച് മാറ്റാൻ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഒന്നുമില്ല, ഇങ്ങനെ തന്നെ പോയാ മതി. ആ ഓട്ടോമാറ്റിക് മാറണേ. ഇപ്പോഴുള്ള ഞാനായിരിക്കുമല്ലോ ഒരു മണിക്കൂർ കഴിഞ്ഞാല്, അങ്ങനെ ഓട്ടോമാറ്റിക് മാറും, മനസ്സിലായോ? അതേപോലെ ടൈം എടുക്കുമ്പോൾ ഇപ്പോഴുള്ള ഞാനായിരിക്കുമല്ലോ ഒരാഴ്ച കഴിഞ്ഞാല്, ഒരു മാസം കഴിഞ്ഞാല്, മനസ്സിലായോ? അങ്ങനെ വിട്ടുകൊടുക്കും, ഫ്ലോയിനനുസരിച്ച് ഇങ്ങനെ പോയിക്കോളും. മാറുന്നേ മാറിക്കോട്ടെ. ഓക്കെ. ആർക്കെങ്കിലും പ്രാങ്ക് കൊടുത്തിട്ടുണ്ടോ? പ്രാങ്കാ? പ്രാങ്ക് ഇല്ല. തൊപ്പിക്ക് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ. ഇപ്പൊ എന്താ പറയാ, മാർച്ച് തൊട്ടിട്ട് ഇപ്പൊ ഈ ടൈം വരെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയി, ഒരുപാട് എന്താ ഫാൻസ് ആയി. അപ്പൊ ഏത് മൊമെന്റിലായിരുന്നു ശരിക്കും കത്തി കേറാൻ തുടങ്ങിയത്? ഏത് വീഡിയോ വന്ന സമയത്താ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒന്നുമില്ല, കൊറേ എണ്ണം ഇങ്ങനെ വൈറലാകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്ലേ ബട്ടൺ പൊട്ടിക്കുന്ന, മറ്റേ ജോളോ ചിപ്പ്, ഇതെല്ലാം സത്യം പറഞ്ഞ ഇതെല്ലാം ഓഡിയൻസ് പറയുന്നത് തന്നെ ഞാൻ ചെയ്യുന്നത്, മനസ്സിലായോ? ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്ട്രീമിങ് അധികം എന്നല്ല, കേരളത്തിലാരും ചെയ്തിട്ടില്ല. പുറത്തെല്ലാം ചെയ്യുന്നുണ്ട്. ഐസോ സ്പീഡിനെല്ലാം അറിയോ? അതാ പുള്ളിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടല്ലേ തൊപ്പിനെ ഓൾമോസ്റ്റ് ആളുകൾ പറയുന്നത്. ശരിക്കും ആളിൽ നിന്ന് എന്തെങ്കിലും ഇൻസ്പയർ എടുത്താ. ഈ നാട്ടിൽ അങ്ങനത്തെ വേ ഓഫ് സ്ട്രീമിങ് ആരും ചെയ്യല്ലോ. അതായത് ഓഡിയൻസിന്റെ വാക്ക് കേട്ടിട്ട് ആരും ഒന്നും ചെയ്യല്ലോ. അങ്ങനെ ഓഡിയൻസിന്റെ ഇതിൽ നിന്ന് എടുക്കാമെന്ന് തീരുമാനിച്ചത് എപ്പോഴാ? കാരണം അതിലൊരു റിസർച്ച് നടത്തിയിട്ടുണ്ടാവില്ല എന്ത് വെറൈറ്റി ആയിട്ട് ചെയ്യാം എന്നുള്ളത്. അങ്ങനെ റിസർച്ച് ഒന്നും നടത്തിയിട്ടില്ല. ഒരു ദിവസം പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങി. ചെയ്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരാൻ തുടങ്ങി. ഇങ്ങനെ ഓഡിയൻസിന് ഇത് എടുക്കാൻ തോന്നി. പിന്നെന്താ, ഇങ്ങനെ ഇൻസ്റ്റ തുറക്കാൻ ഞാൻ അതിൽ ചെയ്യുന്ന കാര്യം, ഞാൻ ഫസ്റ്റ് സ്ട്രീം തുടങ്ങുന്ന ദിവസം ഒരു പ്ലാനും ഇല്ലാണ്ടാ തുടങ്ങിയത്. സ്റ്റാർട്ട് ചെയ്ത് എന്നെ അങ്ങോട്ട് എത്തിക്കുന്ന അങ്ങോട്ട് പോവാന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ സൂപ്പർ ചാറ്റിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ടെക്സ്റ്റ് സ്പീച്ച് ഇങ്ങനെ മെസ്സേജ് വരാൻ തുടങ്ങി. അതിന് ഞാൻ റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി. പിന്നെ എന്നോട് ഇടയ്ക്ക് ഓഡിയൻസ് ഇൻസ്റ്റ തുറന്ന് എന്റെ പേഴ്സണൽ മെസ്സേജും വാട്സപ്പ് തുറന്ന് എന്റെ പേഴ്സണൽ മെസ്സേജും അതായത് ഞാൻ സാധാരണ പേഴ്സണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പേഴ്സണൽ മെസ്സേജസ് എല്ലാം കാണിക്കാൻ പറയുമ്പോൾ ഞാൻ അതെടുത്ത് കാണിക്കാൻ തുടങ്ങി. ഇപ്പൊ എല്ലാ ദിവസവും ഞാൻ ചെയ്യും. എല്ലാ ദിവസവും സ്ട്രീം തുടങ്ങുമ്പോൾ ഞാൻ എന്റെ പേഴ്സണൽ DM-ഉം ഇതെല്ലാം തുറന്നു നോക്കും. ഇതെല്ലാം ഇങ്ങനെ സ്ട്രീം തുടങ്ങി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസം ഓരോന്ന് ഇങ്ങനെ വന്നതാണ്, മനസ്സിലായോ? ഇങ്ങനെ ഓഡിയൻസ് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. അവരിങ്ങനെ ഓരോന്ന് ആസ്ക് ചെയ്യും. അതിങ്ങനെ ചെയ്ത് വരുമ്പോ അങ്ങനെ ആയതാണ്, മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറയട്ടെ, ഓഡിയൻസ് ഇങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടോ? വരും. സ്ട്രീമർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇത് ഹിറ്റ് ആയത്, മനസ്സിലായോ? സാധാരണ സ്ട്രീമേഴ്സ് ഓഡിയൻസിന്റെ വാക്ക് ഒരു പരിധിന്റെ അപ്പുറം കേൾക്കൂല, മനസ്സിലായോ? ഞാൻ ഇവരെന്ത് പറഞ്ഞാലും ചെയ്യും. എന്ത് പറഞ്ഞാലും അങ്ങനെ കുറെ പണിയും കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് ചിലപ്പോ എനക്ക് ഇങ്ങനെ പണി കിട്ടുന്ന കാണാനായിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്, മനസ്സിലായോ? എന്തായിരുന്നു ഒരു കിട്ടിയ ഒരു പണി ഒന്ന് ഷെയർ ചെയ്തേ? കിട്ടിയ ഒരു പണി എന്നാ, എല്ലും പണി തന്നെയല്ലേ.